നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ശബരിമല സ്വർണ്ണ കൊള്ള ദ്വാരപാലക ശില്പിക്കേസിലും തന്ത്രി രാജീവരെ അറസ്റ്റ് ചെയ്യാൻ കോടതിയുടെ അനുമതി. ശബരിമല ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്യാൻ SITക്ക് കോടതിയുടെ അനുമതി. തന്ത്രിയുടെ തട്ടിപ്പിൽ ബന്ധമുണ്ടെന്ന റിപ്പോർട്ട് SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകി. സ്വർണം ചെമ്പാക്കിയ വ്യാജ മഗസിൽ തന്ത്രി ഒപ്പിട്ട് ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന് SIT കോടതിയെ അറിയിച്ചു. ജയിലിലെത്തി അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തും. ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ഭവന പദ്ധതിക്കായി ഭൂമി വാങ്ങി കോൺഗ്രസ്. മുണ്ടക്കെ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ഭവന പദ്ധതിക്കായി കോൺഗ്രസ് ഭൂമി വാങ്ങി. മേപ്പാടി പഞ്ചായത്തിലെ കുന്നംബറ്റയിൽ 3.25 ഏക്കർ ഭൂമിയാണ് വാങ്ങിയത്. KPC പ്രസിഡന്റ് പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1100 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും 8 സെന്റ് സ്ഥലവുമാണ് കോൺഗ്രസ് നൽകുക എന്നാണ് സൂചന. വൈകാതെ 2 കൂടി ഭൂമി വാങ്ങും. ഇറാൻ പ്രക്ഷോഭം സൈനിക നടപടിക്കൊരുങ്ങി അമേരിക്ക. യുദ്ധത്തിന് തയ്യാറെന്ന് ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ മുന്നറിയിപ്പുമായി ഇറാൻ. ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന അടിച്ചമർത്തലിനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ യുദ്ധത്തിന് തയ്യാറെന്ന മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്ത് വന്നു. അൽ ജസീറയുമായുള്ള അഭിമുഖത്തിൽ നിലവിലുള്ള അസ്വസ്ഥതയ്ക്കിടയിലും US ആശയവിനിമയ മാർഗങ്ങൾ തുറന്നിട്ടിരിക്കുകയാണെന്നും അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. എങ്കിലും കഴിഞ്ഞ വർഷ യുദ്ധവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇറാൻ ഇപ്പോൾ വലുതും വിപുലവുമായ സൈനിക ശക്തിയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പണപ്പെരുപ്പം, ഭക്ഷ്യവിലയിലെ വർധനവ്, കറൻസി മൂല്യത്തകർച്ച എന്നിവ തുടർന്നുണ്ടായ പ്രതിഷേധം ഇറാനിൽ ഭരണമാറ്റ ആവശ്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്കെതിരെ ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായ സൈനിക സാധ്യതകൾ പരിഗണിക്കുന്നുവെന്നാണ് US പ്രസിഡന്റ് പറഞ്ഞത്. ഇതിന് മറുപടിയായി അമേരിക്കൻ സൈനിക നടപടികൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറാനും അതിന് തയ്യാറാണെന്ന് അരാഗ്ചി പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായി രാജ്യത്ത് അശാന്തി വ്യാപിച്ചതിന് പിന്നിൽ USഉം ഇസ്രായേലുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യുവ തിരക്കഥാകൃത്ത് പ്രഫുൽ സുരേഷ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. നല്ല നിലാവുള്ള രാത്രി എന്ന ചിത്രത്തിലൂടെ പ്രഫുൽ മലയാള സിനിമയ്ക്ക് പരിചിതനായത്. വയനാട് പഴയ വൈത്തിരി സ്വദേശിയാണ്. പുതിയ 2 പ്രൊജക്ടുകളുടെ തിരക്കഥ പൂർത്തിയായിരുന്നു. ഇതിനിടെയാണ് മരണം. ഭാര്യ അനുരൂപ. LDF അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷസ്ഥാനം BJPക്ക് സംഘപരിവാർ CPM കൂട്ടുകെട്ടെന്ന് ലീഗ്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷസ്ഥാനം BJPക്ക് സ്വന്തമാക്കി. കോർപ്പറേഷനിലെ നികുതികാര്യ സ്ഥിരം സമിതി അധ്യക്ഷസ്ഥാനത്തേക്ക് BJPയുടെ വിനീത സജീവൻ തെരഞ്ഞെടുക്കപ്പെട്ടു. സിവിൽ സ്റ്റേഷൻ വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ് വിനീത സജീവൻ. LDF അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്നാണ് നറുക്കെടുപ്പിലൂടെയാണ് BJPക്ക് ഈ വിജയം കൈവന്നത്. നികുതികാര്യ സ്ഥിരം സമിതിയിൽ LDFഉം UDFഉം BJPക്കും തുല്യ ശക്തികളായ അംഗങ്ങളാണ് ഉള്ളത്. വോട്ടെടുപ്പ് നടന്നപ്പോൾ LDF BJP അംഗങ്ങൾ തമ്മിൽ വോട്ടുകൾ തുല്യമായി തുടർന്നാണ് വിജയം നിശ്ചയിക്കാൻ നറുക്കെടുപ്പ് നടത്തിയത്. അതേസമയം സംഘപരിവാർ CPIM കൂട്ടുകെട്ട് കോഴിക്കോട് ഉണ്ടെന്നാണ് തെളിയിക്കുന്നതാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പെന്ന് മുസ്ലിം ലീഗ് ലളിത അധ്യക്ഷൻ MA റസാഖ് പറഞ്ഞു. CPM നിശബ്ദത പാലിച്ചുകൊണ്ടാണ് ടോസിലേക്ക് പോയതെന്നും അദ്ദേഹം പറഞ്ഞു. BJP ജയിക്കേണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ UDFനെ പിന്തുണയ്ക്കാമായിരുന്നുവെന്നും റസാഖ് പറഞ്ഞു. കാസർഗോഡ് വീരമലക്കുന്നിൽ 2 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ കണ്ടെത്തി. ചെറുപുത്തൂർ ദേശീയപാത 66 നിർമ്മാണത്തിനായി വീരമല കുന്നിടിച്ച് നിരത്തിയ സ്ഥലങ്ങളിൽ നിന്ന് 2.5 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ കണ്ടെത്തി. വീരമല കുന്നിടിച്ച് നിരത്തുമ്പോൾ നഷ്ടമാകുന്നത് മിയോപ്ലിയോസീൻ കാലത്തെ കേരളത്തിന്റെ ചരിത്രമെന്ന് ഗവേഷകർ പറയുന്നു. ദശലക്ഷക്കണക്കിന് വർഷം മുൻപത്തെ കേരളത്തെ പഠിക്കാൻ വീരമല സഹായകരമാകുമെന്ന് കേരള സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ E ഷാജിയും കേന്ദ്ര സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സന്ദീപ് അടക്കമുള്ള പ്രമുഖ ഗവേഷകരും സാക്ഷ്യപ്പെടുത്തുന്നു. ഗവേഷക വിദ്യാർത്ഥി ശരത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടാണ് ദേശീയപാത 66 പ്രവൃത്തി നടക്കുന്ന വീരമലയിലെ മണ്ണിന്റെ ഘടനയെക്കുറിച്ച് ഇരുവരും പഠനം നടത്തിയത്. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി ആഴത്തുള്ള ഖനനം നടന്ന ഭാഗങ്ങളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ മുൻപുള്ള ഉത്തര കേരളം എങ്ങനെയായിരുന്നു എന്നതിൻ്റെ അപൂർവവും നിർണായകവുമായ തെളിവുകൾ ഗവേഷകർക്ക് ലഭിച്ചു. മിയോപ്ലിയോസീൻ കാലഘട്ടത്തിന്റെ ഏകദേശം 21 മുതൽ 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ തീരരേഖ, നദീവ്യവസ്ഥ, കാലാവസ്ഥ എന്നിവ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയിരുന്നു എന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു. കേരള സർവകലാശാലയുടെയും കേന്ദ്ര സർവകലാശാലയുടെയും ഗവേഷക സംഘമാണ് ചെറുപുത്തൂർ വീരമലയിൽ നിന്ന് ഖനനത്തിനിടയിൽ പുറത്തായ അവശിഷ്ട ശിലകൾ വിശദമായി പഠിച്ചത്. ഈ ശില സമൂഹത്തിന് ചെറുപുത്തൂർ ഫോർമേഷൻ എന്നാണ് ഗവേഷകർ പേരിട്ടിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ കണ്ടുവരുന്ന വർക്കല ഫോർമേഷനുമായി സമാനമായ ഘടനയാണ് ചെറുപുത്തൂരിൽ കണ്ടെത്തിയതെന്നും ഇവർ പറയുന്നു.
പഠനഫലങ്ങൾ അന്താരാഷ്ട്ര ഗവേഷണ ജേണലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അന്നത്തെ തീരരേഖ ഇന്നത്തേക്കാൾ ഏറെ അകത്തേക്ക് ആയിരുന്നുവെന്നും കടൽനിരപ്പ് ഉയർന്നിരുന്ന കാലങ്ങളിൽ ജലത്തിന്റെ സ്വാധീനം നദീതടങ്ങളിലേക്കും ചതുപ്പുകളിലേക്കും എത്തിച്ചേർന്നിരുന്നെന്നും ഗവേഷകർ പറയുന്നു. കേരള സർവകലാശാല ജിയോളജി വിഭാഗത്തിലെ കെ വി ശരത്, അൽക്ക അബ്സൂർ, നമിത അജയ്, ജി ഇന്ദു എന്നിവരും കേന്ദ്ര സർവകലാശാല ജിയോളജി വിഭാഗത്തിലെ എ കെ റഫാസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കൊട്ടാരക്കര മുൻ എം.എൽ.എ. ആയിഷ പോറ്റി ഇടതുബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു. തിരുവനന്തപുരം കൊട്ടാരക്കര മുൻ എം.എൽ.എ. ആയിഷ പോറ്റി 3 പതിറ്റാണ്ടിലേറെയുള്ള ഇടതുബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു. ആർ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിയാണ് ആയിഷ പോറ്റി നിയമസഭാ അംഗം ആയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.